ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനി കുറ്റബോധത്തോടെ സങ്കടപ്പെട്ട് കരയാണ്. അപ്പോൾ കരയുന്ന സമയത്ത് ചിന്തിക്കുകയാണ് ആദർശ് പറഞ്ഞ വാക്കുകൾ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് ആദർശ് പറയാണ്, ഇവൾക്ക് അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവളെ എനിക്ക് കാണണ്ട. ഇവളെ കാണുമ്പോൾ എൻ്റെ അസുഖം കുറയുകയല്ല, കൂടുക ചെയ്യുന്നത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആദർശ് പറയാം അമ്മയോട്. ഇവളൊറ്റ ഒരുത്തിയാ എൻ്റെ ഈ അവസ്ഥയ്ക്ക് തന്നെ കാരണം. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് കരയാണ് ദേവയാനി സങ്കടപ്പെട്ടിട്ട്. ജയം വന്നിട്ട് വിളിക്കുകയാണ് ദേവയാനി. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണു തുടക്കുകയാണ് ചെയ്തത്. എന്തിനാ ദേവയാനി നീ കരഞ്ഞത്? ദേവയാനി പെട്ടെന്ന് മാറ്റി മറിച്ച് പറയുകയാണ്. അത് പിന്നെ അപ്പോൾ ജയം പറയാണ്, എനിക്കറിയാം നിൻ്റെ സങ്കടം എന്താണെന്ന്. ഒരു കാര്യം നീ നേടണമെന്ന് വെച്ചാൽ അത് നടക്കാതെ വരുമ്പോൾ നിനക്ക് ഭയങ്കര സങ്കടം. അത് നിൻ്റെ ജന്മനായുള്ള സ്വഭാവമാണ്. അതേപ്പറ്റി നിൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഇത്രയും കാലം ഞാൻ അതിനനുസരിച്ചാണ് ജീവിച്ചത്. ഇവിടെ നീ ഒരു ആവശ്യം പറഞ്ഞു, നിനക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാട്ടിത്തരണം എന്ന്. അത് ഞങ്ങളാരും കാട്ടിത്തന്നില്ല. അതാണ് നിൻ്റെ സങ്കടം എന്ന് ഞങ്ങൾക്കറിയാം. നീ വിഷമിക്കേണ്ട ദേവയാനി, അതിന് നമ്മൾക്ക് പരിഹാരം കാണാം. അപ്പോൾ ദേവയാനി പറയാണ്, ഇനി പരിഹാരമൊന്നും കാണണ്ട. ഞാനിനി അതിൻ്റെ പേരിൽ നിങ്ങളെ ആരെയും ശല്യം ചെയ്യുകയില്ല. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നോ? പോയിരുന്നു. എന്നെ ചികിത്സിച്ച ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ നീ അവിടെ ചെന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് തന്നെ നീ അവിടെ ചെന്നതായിട്ട് എനിക്ക് വിവരം കിട്ടി. ഡോക്ടറെ കണ്ട വിവരം ആരോടും പറയരുത് എന്ന് നീ പറഞ്ഞു അല്ലേ? നിന്നെ സഹായിച്ച പെൺകുട്ടി ആരാണെന്നറിയാൻ നീ ഒരു ഓട്ടപ്രദർശനം നടത്തി. എന്നിട്ട് നിരാശയായിരുന്നു ഫലം. അതിൻ്റെ സങ്കടമാണ് നിനക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതിനേക്കാളുപരി എൻ്റെ മോൻ്റെ ജീവിതം എന്നെ അലട്ടുന്നുണ്ട് ചേട്ടാ. അവനാകെ സങ്കടത്തിലാണ്. അവൻ്റെ സങ്കടത്തിനുള്ള പരിഹാരം നമ്മുടെ മരുമകളാണ്. നിന്നെ വിഷമിപ്പിച്ചിട്ട് ഒരിക്കലും ആദർശ് പോയി നയനമോളെ വിളിച്ചുകൊണ്ട് വരില്ല. അതുപോലെ നയനമോള് വരികയില്ല. അവിടെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നിൻ്റെ കടമയാണ്. നമുക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അവൻ്റെ വിഷമം നമ്മൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളവൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോൾ എന്താ വേണ്ടേ? നീ ഒന്നും ചെയ്യണ്ട. മൊബൈൽ എടുത്ത് മരുമകളെ വിളിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മാത്രം മതി. പിന്നെ അവളുടെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ട് കൊണ്ടുവിടുകയോ അല്ലെങ്കിൽ ആദർശ് പോയി അങ്ങോട്ട് പോയി കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യും. ഒരു ഫോൺ കോളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മോൻ്റെ സങ്കടം മാറാൻ. ദേവയാനി, ഒരു കുടുംബത്തിൻ്റെ താളം നിലനിർത്തേണ്ടത് ആ കുടുംബത്തിൽ കയറി വരുന്ന പെൺകുട്ടികളാണ്. നീയും ജാനകിയും ഒക്കെ അങ്ങനെ ഇവിടേക്ക് കയറി വന്നവരാ. അതിന് ശേഷം വന്നവരാ നമ്മുടെ മക്കളുടെ ഭാര്യമാർ. അതിൽ സ്വഭാവ ഗുണം ഉള്ളവളാ നമ്മുടെ നാനമോള്. അത് മനസ്സിലാക്കിയ അച്ഛനും അമ്മയും ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ള സ്ഥാനത്ത് നിന്നേക്കാൾ അവളെ മുമ്പിൽ വെച്ചു. അത്രയും വലിയൊരു സ്ഥാനമാണ് അവർ നാനമോൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും നേരിട്ട് പോയി നയനമോൾക്ക് സ്വർണം കൊടുത്തത്. അവൾ മടങ്ങി വരാൻ വേണ്ടിയല്ലേ സ്വർണം കൊടുത്തത്? അങ്ങനെ വേണമെങ്കിലും കരുതാം. അവൾ ഈ വീട്ടിൽ എന്നും വേണമെന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നി തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് നയനയുടെ കാര്യത്തിൽ നിൻ്റെ ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ മോനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും നയനമോളെ തന്നെ വിളിക്കണം. അതിനി നീ വാശിയൊന്നും കാണിക്കരുത്. പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ്, അവൾക്കറിയാമോ എനിക്ക് കരൾ ആരാ ദാനം തന്നതെന്ന്? അത് പിന്നെ ആദർശ മോനെ നയനമോളോട് അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. മറ്റാരും പറയാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ നീ ആ പെൺകുട്ടി ആരാണെന്ന് മോളോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണോ? ഞാനിനി ആരോടും ഒന്നും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ രംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാളെ വെറുതെ ശല്യം ചെയ്യരുത്. അയാളുടെ പിന്നാലെ പിന്നെ പോകരുത്. തന്നെ സഹായിച്ച ആ പെൺകുട്ടി ആകെ ആവശ്യപ്പെട്ടത് താനാണ് സഹായിച്ചത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പാടില്ല എന്നാ. അങ്ങനെയുള്ളപ്പോൾ അത് നമ്മൾ അനുസരിക്കല്ലേ വേണ്ടത്? ദേവയാനിക്ക് മനസ്സിൽ നല്ല സങ്കടമുണ്ട്, വിഷമമുണ്ട്, കരയാണ്. പക്ഷെ അത് പുറത്തറിയിക്കാതെ വീണ്ടും അതേപടി തന്നെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശയെയുമാണ്. അനി അവിടെ എത്തിയിട്ട് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശ വിളിച്ചത്? അപ്പോൾ തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പരിപാടി? അനിയൊന്ന് മുത്തശ്ശിയെ നോക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, അനാമികയുടെ കാര്യമാണ് ചോദിച്ചത്. ദേവയാനിക്ക് നല്ല വിഷമമുണ്ട് നീ അവളെ വിളിച്ചു കൊണ്ടുവരാത്തതിൽ. ദേവയാനിക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്. മുത്തശ്ശൻ,
അനാമികയുടെ സ്വഭാവം അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൾ നയനയുടെ വീട്ടിലേക്ക് പോയതും മോളെ പിടിച്ച് തള്ളിയതും ഒക്കെ വലിയ തെറ്റ് തന്നെയാണ്. അത് മാത്രമല്ല മുത്തശ്ശ അവൾ ചെയ്തത്. ഗുണ്ടകൾ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളന്ന് ആ സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കിയനെ. ചില സാമൂഹ്യ വിരുദ്ധരെല്ലാം കൂടി ചേർന്ന്. ഇതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും ആണെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതിനെന്തെങ്കിലും തെളിവുണ്ടോ മോനെ? അപ്പാനി, അവൾക്കും അവളുടെ വീട്ടുകാർക്കും അല്ലാതെ അനാമിക നന്ദുവിനോട് ആർക്കും ഒരു ശത്രുതയും ഇല്ല. നിന്റെ വല്യമ്മയ്ക്കുള്ള സങ്കടം അനാമിക വരാത്തതിലാണെങ്കിൽ നീ അതിനുള്ള പരിഹാരം കാണുക വേണ്ടത്. അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് സ്നേഹിക്കാൻ നോക്കണം. ഈ അനന്തപുരി തറവാട്ടിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികളൊന്നും അധികനാൾ അവരുടെ വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഇനി അഥവാ നിന്നാലും ആരും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അങ്ങനെയൊരു നാണക്കേട് ഇനി നീയായിട്ട് ഉണ്ടാക്കി വെക്കരുത്. എല്ലാ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് നമ്മൾ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലെ വലിയ വലിയ നടന്മാരെ പോലെ ഫേമസ് ആണ് നമ്മുടെ കുടുംബത്തിലുള്ളവരും. അപ്പോൾ മുത്തശ്ശി പറയാണ്, മൂർത്തിസ് ജ്വല്ലറിയിലെ മൂർത്തിസ് സാറ് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു രാജാവിനെ പോലെയാണ് നിൽക്കുന്നത്. മുത്തശ്ശൻ നിൽക്കുന്നത്. അപ്പം മുത്തശ്ശൻ പറയാണ്, കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച പേര് ഞാൻ നിലനിർത്തുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനം നിൻ്റെ ഏട്ടൻ ഏറ്റെടുത്തില്ലേ? ശരി, നാളെ നിനക്കും ഈ പേര് വരും. നീയും ഇപ്പം 2-3 ബ്രാഞ്ച് നോക്കുന്നുണ്ടല്ലോ. നാളെ അധികാരങ്ങൾ കുറച്ചുകൂടെ ആദർശം നിനക്ക് തരും. ആ നേരത്ത് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ നീ കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് വലിയ നാണക്കേടാ മോനെ. പലപ്പോഴും പറയാറില്ലേ, ബന്ധം പുരിഞ്ഞ പുരുഷന് സമൂഹം 0 മാർക്കാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ കല്യാണം കഴിക്കാം, കുറച്ചു കഴിഞ്ഞാൽ ഭാര്യയും കുടുംബത്തെയും നന്നായി നോക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക. അതിനിപ്പം എന്താ മുത്തശ്ശ ഞാൻ വേണ്ടത്? എന്താ വേണ്ടെന്ന് പറഞ്ഞല്ലോ. നീ പോയി അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരണം. ശരി, എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല. എങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും വേണ്ടി ഞാൻ പോവാം. നീ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനോട് പറയാണ്, അവൻ പോയി വിളിച്ചുകൊണ്ട് വന്നാലും അവൾ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പോവുമല്ലോ. അതാ സങ്കടം. അവൾ ഒരു പേരിന് വേണ്ടി മാത്രം അവനൊപ്പം ജീവിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശൻ പറയാം, അവളുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട്. ഒരു കാറ് അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഞാനാ പറഞ്ഞത് അത് അവരുടെ വീട്ടിൽ ഇട്ടോളാൻ. അതിപ്പോൾ അവിടെ ഇല്ലെന്നാണ് അനി പറയുന്നത്. എല്ലാം ഒരു ഷോ ആണെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല. എന്തായാലും നമ്മളത് ഊതിപ്പെരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ അത് അനിക്ക് അവളോടുള്ള വെറുപ്പ് കൂട്ടുകയുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മുടെ കൊച്ചുമക്കളെല്ലാം സന്തോഷത്തോടെ തന്നെ കഴിയണം. എനിക്ക് അത്രയേ ഉള്ളൂ മുത്തശ്ശി പറയാം. അപ്പോഴേക്കും അനാമികയുടെ വീട്ടിലെത്തി. വണ്ടിയുടെ ഹോണടി കേട്ട് അവളുടെ അമ്മ പുറത്തേക്ക് വരികയാണ്. വണ്ടിയിൽ നിന്നിറങ്ങുന്ന അനിയെ കണ്ട് അനാമികയുടെ അമ്മ പറയാണ്, അനിയായിരുന്നോ? ഒന്ന് വന്നേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അപ്പോഴേക്കും അവളുടെ അച്ഛനും എത്തി. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഓ ഇത് നമ്മുടെ മരുമകനായിരുന്നോ? എന്താ മോനെ, വഴിതെറ്റി വന്നതാണോ? അല്ല, ഇങ്ങോട്ട് തന്നെ വന്നതാ. അവളില്ലേ ഇവിടെ? ഓ, അമ്മ പറയാണ്, അവളെവിടെ പോകാനാ അനി, ഇവിടെ തന്നെ ഉണ്ട്. അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു, പിന്നെ വല്യമ്മയും. എന്ന് വെച്ചാൽ അവർ പറഞ്ഞതുകൊണ്ട് വന്നു എന്നാണ് നമ്മുടെ മരുമകൻ പറയുന്നത്. അല്ലാതെ എനിക്ക് സ്നേഹം തോന്നിയിട്ട് അവളെ വന്ന് വിളിക്കാൻ അവൾ മലമറിക്കുന്ന കാര്യവും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ മരുമോനെ, ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മോൾ ജീവിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അവളുടെ കരണത്ത് പാട് വീണിട്ടില്ല. അതിൻ്റെ കൂടെ അമ്മയും കൂടി ചേർക്കാണ്. കരണത്ത് പോയിട്ട് അവളുടെ കയ്യിൽ പോലും ഞങ്ങൾ തൊട്ടിട്ടില്ല. അപ്പോൾ അനി പറയാണ്, അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവൾക്കുണ്ട്. എന്താ പറഞ്ഞത്? അപ്പോൾ അനി പറയാണ്, വഴക്കിടാനും തർക്കിക്കാനും ഒന്നുമല്ല ഞാൻ വന്നത്. എനിക്കൊപ്പം അവളെ വിടാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടാം. നിങ്ങൾക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊപ്പം വരാം. അതെ, അതിനുവേണ്ടി കയ്യും കാലും പിടിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ വിടണമെന്ന് ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ അനാമികയുടെ അമ്മ അച്ഛനെ ഒന്ന് തോണ്ടുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, അല്ല, കല്യാണം കഴിഞ്ഞതോടെ അവൾ നിൻ്റെ ഭാര്യ ആയല്ലോ. അതുകൊണ്ട് നമുക്ക് അവളോട് തന്നെ ചോദിക്കാം, നിന്നോടൊപ്പം വരുന്നോ ഇല്ലയോ എന്ന്. മോള് വരുന്നുണ്ട്. മോളെ, നിൻ്റെ കെട്ടിയോൻ മോളെ വിളിക്കാൻ വന്നതാ. ഇത് വലിയ അത്ഭുതമാണല്ലോ അനാമിക. ഒന്ന് ഫോണിൽ കൂടി വിളിക്കാൻ മടിയുള്ളയാൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും വന്നത്. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ കരളുകേടായ വല്യമ്മ ഉണ്ടല്ലോ, അവരും പറഞ്ഞിട്ടാണ് അവൻ വന്നത്. തോന്നി, അല്ലാതെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വലിയ മനസ്സൊന്നും ഇവനില്ല. നീ ഇപ്പോൾ വരുന്നുണ്ടോ? അവൾ അച്ഛനെ ഒന്ന് നോക്കി. അപ്പം അച്ഛൻ തലയോണ്ട് ആങ്ങിയ ഭാഷയിൽ പറയാണ്, പോട് എന്ന്. ഇവൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും ആയിരിക്കില്ല, ഇവൻ്റെ വല്യമ്മ നിർബന്ധിച്ച് കാണും.
കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരെ വേദനിപ്പിച്ചാലും ഇവൻ്റെ വല്യമ്മയെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല അമ്മേ. ഒരിക്കലും വേദനിപ്പിക്കരുത് മോളെ. അനിയുടെ വല്യമ്മ നിന്നെ സ്വന്തം മരുമകളായിട്ടാണ് കാണുന്നത്. അവർ നിന്നെ സ്നേഹിക്കുന്നതും. അതെ, സ്വന്തം മരുമകളെ പോലും തള്ളിക്കളഞ്ഞിട്ട് ദേവയാനി സ്നേഹിക്കുന്നത് നിന്നെയാ മോളെ. എന്നാൽ ഇവനോ നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അവളെയും അവളുടെ അനിയത്തിയെയുമാണ് സ്നേഹിക്കുന്നത്. നിന്റെ തലയ്ക്ക് നെല്ലിക്കാത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞിടാ മോനെ. അച്ഛൻ്റെ മോളുടെ തലക്ക് നെല്ലിക്കാത്തളം വെച്ചാൽ മതി. ഇവളുടെ തലയാ ഏത് നേരവും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നാടൻ മുട്ട പൊളിച്ചു വെച്ചാൽ പുൾസൈയാക്കിയെടുക്കാം. അത്രയ്ക്ക് ചൂടാണ് ഇവളുടെ തലക്ക്. പിന്നെ നെല്ലിക്കാത്തളം തന്നെയാണ് നല്ലത്. അനാമിക മറുപടി പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്മ പിടിച്ചു വെച്ചിട്ട് പറയാണ്, മോളെ, ഇനി നീ ഇപ്പോൾ മറുപടി പറയാനൊന്നും നിൽക്കണ്ട. വന്ന് റെഡിയാവ്. ദേവയാനി ചേച്ചി അവിടെ മോളെ കാത്തിരിക്കുകയായിരിക്കും. അവിടെ എത്തണം. വാ വാ. ശരി അമ്മേ. കൊണ്ടുപോകുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ നീ അവളെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും പൊന്നുരുക്കി ദേഹത്തൊഴിക്കരുത് കേട്ടോ. അതൊക്കെ ഇവളുടെ കയ്യിലിരിപ്പ് പോലിരിക്കും. പിന്നെ കാണിക്കുന്നത് നാനയുടെ അച്ഛനെയാണ്. നാനയുടെ അച്ഛൻ ഇതാ ഓരോരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടായിട്ട് നന്ദുവും ഉണ്ട്. അച്ഛൻ മകളോട് പറയാണ്, വിഷുവിന് നല്ല ഓർഡർ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ചെയ്യാനൊന്നും വയ്യ. അപ്പോഴേക്കും അവിടെ കനക എത്തി. എന്നിട്ട് പറയാണ്, ഇനി ജോലിയൊന്നും ചെയ്യരുത് എന്നല്ലേ മരുമകൻ പറഞ്ഞിരിക്കുന്നേ. എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇനി ഒരു പെൺകുട്ടിയെ കൂടി കെട്ടിച്ചേക്കാനുണ്ട്. അപ്പോൾ നന്ദു പറയാണ്, അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഞാനെന്നും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കാണും. എനിക്കതാ ഇഷ്ടം. എന്ന് വെച്ച് ആ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ മോളെ. അപ്പോഴേക്കും ഒരു കാറ് ഹോണടിച്ച് വരികയാണ്. അത് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുകയാണ്. കാറിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങിയത് ദേവയാനിയാണ്. അപ്പോൾ കനക പറയാണ്, ആദർശ് മോൻ്റെ അമ്മയാണല്ലോ വരുന്നത് ഗോവിന്ദേട്ടാ. എന്തിനാണോ എന്തോ വരുന്നത്. അത് കണ്ട് നന്ദു നോക്കാണ്. കനക അവരെ കണ്ടൊന്ന് ചിരിക്കുകയാണ്. എന്ന് കനക അടുത്തോട്ട് പോയിട്ട് ചോദിക്കുകയാണ്, എന്താ ഒറ്റയ്ക്ക്? എന്താ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പാടില്ലേ? അത് വയ്യാതൊക്കെ ഇരിക്കുകയല്ലേ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മോൾക്ക് എങ്ങനെയുണ്ട്? പെട്ടെന്ന് ഗോവിന്ദേട്ടൻ പറയാണ്, അതിന് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒരു അവശത പോലെ കണ്ടിരുന്നു. അന്ന് കനകയുടെ കൈ പിടിച്ചുകൊണ്ടാണല്ലോ അവൾ നടന്നത്. അന്ന് മോൾക്ക് ചെറിയ പനിയുണ്ടായിരുന്നു. പിന്നെ ലോ പ്രഷറും ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മോളെ പിടിച്ചുകൊണ്ട് വന്നത്. ഗോവിന്ദേട്ടൻ പറയാണ്, അന്ന് എല്ലാവരും മലക്ക് പോയിരുന്ന ദിവസമാണല്ലോ. അതുകൊണ്ട് മോള് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു. ഞാനും അമ്പലത്തിൽ വന്നത് വീട്ടിലുള്ളവർ മലക്ക് പോയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരുന്നല്ലോ ഇത്തവണ അയ്യപ്പ ദർശനത്തിന്. അതുകൊണ്ട് അവരുടെ യാത്രകൾക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അല്ല, അവളെവിടെ? അനന്തപുരിയിലെ മരുമകൾ. നീ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോയോ? പെട്ടെന്ന് നന്ദു പറയാണ്, ചേച്ചി അകത്തുണ്ട്, കുളിക്കുകയായിരിക്കും. ഓ, നീരാട്ടമൊക്കെ കഴിഞ്ഞോ? കുളിച്ചിറങ്ങി. ഞാൻ പോയി വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അമ്മായിയമ്മയെ ഇങ്ങോട്ട് വന്ന് കാണുന്നത് മരുമകൾക്ക് കുറച്ചിലാണെങ്കിലോ? അയ്യോ, നയനമോള് അങ്ങനെയൊന്നും ചിന്തിക്കില്ല. മോളെ അനന്തപുരിയിലേക്ക് ആദർശ് മോൻ്റെ അമ്മ വിളിക്കണേ എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയിലായിരുന്നു മോള്. അവളുടെ പ്രാർത്ഥനകൾ ഫലിക്കുന്നുണ്ട് പല രീതിയിലും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ദേവയാനി പിന്നെ നേരെ നയനയുടെ മുറിയിലേക്ക് പോവാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഗോവിന്ദേട്ടാ? നീയിപ്പോൾ ബന്ധം ഒഴിയണം എന്ന് പറയാനായിരിക്കുമോ വന്നത്? ഏയ്, അങ്ങനെ പറയുമോ? മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരരുത് എന്ന് പറയാൻ വേണ്ടി പോയതുപോലുണ്ട്. നയന മുടി ചീകിക്കൊണ്ട് ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ദേവയാനി മെല്ലെ നടന്ന് അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോകുന്നത്. നയന ബെഡിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് ചോദിക്കുകയാണ്, അമ്മയോ? ദേവയാനി മുറിയിൽ കയറിയിട്ട് ചിന്തിക്കുകയാണ്, ഒരു കാരണവശാലും എൻ്റെ ഉള്ളിലെ സ്നേഹം ഇവൾ തിരിച്ചറിയരുത്. ദേവയാനി എന്നിട്ട് നയനയോട് പറയാണ്, എൻ്റെ മോൻ 1.5 വയസ്സുള്ളപ്പോൾ തന്നെ അസുഖക്കാരനായി ജീവിച്ചതാ. അന്ന് തൊട്ട് അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അതുകൊണ്ടാണ് രണ്ടാമതൊരു കുട്ടി വേണ്ടാന്ന് വെച്ചതും. ഇതൊക്കെ എനിക്കറിയാം അമ്മേ. അറിഞ്ഞതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. അങ്ങനെയുള്ള എൻ്റെ മകനിപ്പോൾ ഉറക്കമില്ല. അവനിപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ ആയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് എൻ്റെ മോനാ. അങ്ങനെയുള്ള അവൻ്റെ കണ്ണീര് ഞാൻ കണ്ടേ പറ്റൂ. എന്ന് വെച്ചാൽ മക്കളുടെ കാര്യത്തിൽ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും സ്വാർത്ഥരാ. അത് മനുഷ്യരായാലും മൃഗമായാലും ഒരേപോലെ തന്നെയാണ്. മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മരുമക്കളെയും സ്നേഹിച്ചാൽ എന്താണെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ കുടുംബത്തിനകത്ത് വലിയ വഴക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നും പറയാറുണ്ട്.
എന്നാൽ ഒരമ്മയ്ക്കും അതിന് സാധിക്കില്ല. നാളെ മക്കൾ മാതാപിതാക്കളെ നോക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് മക്കളെ സ്നേഹിച്ചേ പറ്റൂ. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയേ പറ്റൂ. എൻ്റെ മോൻ ഒരിക്കലും എന്നെ തള്ളി പറയില്ലെന്ന് എനിക്കറിയാം. അതവൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. നീ കാണുന്നില്ലേ ആദർശൻ്റെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒക്കെ അവരുടെ മക്കൾ കാണിക്കുന്ന സ്നേഹമൊക്കെ. അന്യ വീട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞു കൊണ്ടുവരുന്ന പെൺകുട്ടി ആ വീടിനെ സ്വന്തമായിട്ട് കാണുകയാണെങ്കിൽ ഇതിനുള്ള സംസ്കാരം അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. അങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് മാത്രമേ ഒരു കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റൂ. അപ്പോൾ നയന പറയാണ്, ആ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ളവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അതവിടെ വന്നതിന് ശേഷവും അതിന് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് ദേവയാനി കോലം മാറി. എന്നിട്ട് പറയാണ്, നീ നിന്റെ മഹത്വമൊന്നും വിളമ്പണ്ട, അത് കേൾക്കാനല്ല ഞാൻ വന്നത്. എൻ്റെ മോനെ സങ്കടപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാനാ. അതിന് ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? അവൻ്റെ ഇപ്പോഴത്തെ വിഷമം മാറാനുള്ള മരുന്ന് നീയാ. എൻ്റെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് നിന്നെ വിളിച്ചു കൊണ്ടുവരണം എന്ന് അവൻ എന്നോട് നേരെ പറയുന്നില്ല. അതിനുവേണ്ടി അവൻ എന്നോട് വാശി പിടിക്കുന്നുമില്ല. എങ്കിലും മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ അവരുടെ വേദന അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അവനെ വീണ്ടും വിഷമിപ്പിക്കാതിരിക്കാൻ നീ വരണം എൻ്റോടൊപ്പം ഈ നിമിഷം തന്നെ. അത് കേട്ട് നയനയ്ക്ക് നല്ല സന്തോഷമായി. വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ലമ്മേ, എനിക്ക് ജയിക്കണം. ഞാൻ തല താഴ്ത്തി വന്ന് നിന്നെ വിളിക്കണം. അതായിരുന്നു നിന്റെ ആഗ്രഹം. അപ്പോൾ അത് സാധിച്ചില്ലേ? ഇനി എനിക്കൊപ്പം നിനക്ക് വന്നൂടെ? അതിനുവേണ്ടി ഇനി ഞാൻ നിന്റെ കാല് പിടിക്കണോ? അങ്ങനെ പിടിക്കണമെങ്കിൽ പിടിക്കാം. അത് അമ്മ പറഞ്ഞപ്പോൾ ഞാനൊന്ന് വല്ലാതായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.